ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് മൂകാംബിക ട്രിപ്പ്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ പോയി ഞങ്ങൾ വണ്ടി എടുത്ത് കാസർഗോഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം പോയത് തൊട്ടടുത്തുള്ള ഒരു ബീച്ചിലേക്കാണ്. രാവിലെ ആയതുകൊണ്ട് ബീച്ചിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നാട്ടുകാരായ രണ്ടുപേർ ആ വഴി വന്നത്. പിന്നെ അവരോട് കുറച്ചു നേരം സംസാരിച്ച ശേഷം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. ഇവിടെ ഒരുപാട് കള്ളിമുൾച്ചെടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്പോട്ട് തിരഞ്ഞു പോയി. വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ മൂകാംബികയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ മണിപ്പാൽ ഇൻ ഹോട്ടലിൽ കയറി. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ ഒരു പാലം കണ്ടു. ആ പാലം വളരെയധികം പഴക്കമേറിയതാണ്. അതിന്റെ തുടക്കത്തിലും അവസാനത്തിലും അശോക സ്തംഭം ഉണ്ടായിരുന്നു. അതാണ് ഈ പാലത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ മൂകാംബിക എത്തി. മൂകാംബികയുടെ കവാടമാണ് നിങ്ങളീ കാണുന്നത്. കവാടം കാണുമ്പോൾ മൂകാംബിക ദേവി നമ്മളെ വരവേൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. മൂകാംബിക ക്ഷേത്രം കർണാടകയിലാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ കൂടുതലും കാണുന്നത് മലയാളികളെയാണ്. അവിടെ ഞങ്ങൾ റൂം എടുത്ത് ഫ്രഷായി മൂകാംബിക ദേവിയെ കാണാൻ വേണ്ടി പോയി. മഹാരഥോത്സവവും 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ അതിപ്രധാനമാണ്. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ വേണം. ഇവിടുന്ന് 27 കിലോമീറ്റർ അകലെയാണ് മൂകാംബിക ക്ഷേത്രമുള്ളത്. ഇതാണ് ക്ഷേത്രത്തിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ക്ഷേത്ര സന്നിധിയിൽ കുറച്ചു നേരം ഇരുന്നു. പിന്നെ പുറത്തിറങ്ങി സരസ്വതി മണ്ഡപത്തിൽ പ്രാർത്ഥിച്ച് ക്ഷേത്രം വലം വെച്ചു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനായി അന്നദാന മണ്ഡപത്തിലേക്ക് പോയി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വരി നിന്ന് ഭക്ഷണം വാങ്ങി. എല്ലാവരും ഹാളിൽ നിലത്തിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചത്. ഞങ്ങളും അവരുടെ കൂടെയായിരുന്നു ഭക്ഷണം കഴിച്ചു. ചോറും തേങ്ങാ ചമ്മന്തിയും സാമ്പാറും മോരും പായസവും ഉണ്ടായിരുന്നു. എല്ലാം കൂടി ചേർന്ന് നല്ല സ്വാദുള്ള ഭക്ഷണമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയ ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.